ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് പുതിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കാര്യം നമ്മുടെ BGMIയിൽ പുതിയ റോയൽ പാസ് വരാൻ പോകുന്നു. ആ ഒരു റോയൽ പാസിൻ്റെ 1-100 ഫുള്ള് റോയൽ പാസിലെ റിവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ടയർ റിവാർഡ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾറെഡി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോകളിലൊക്കെ ഒന്ന് പോവാം. ഗൈസ്, നമ്മൾ നിലവിലെ S5 റോയൽ പാസ് ലോക്കാവാൻ പോകുന്നത് 22-ാം തീയതിയാണ്. 22-ാം തീയതി ലോക്കായി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ 27-ാം തീയതി നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ടാവും. അപ്പോൾ 22-ാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് പുതിയ റോയൽ പാസ് ബൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു റോയൽ പാസിൽ കിട്ടുന്ന റിവാർഡ്സും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓരോ പോയിൻറ്റ്സ് എടുക്കുമ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ്സുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോയൽ പാസിൻ്റെ മുൻപായിട്ട് വരുന്ന ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളെല്ലാം അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഈ വരാൻ പോകുന്ന റോയൽ പാസിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ ടയർ റിവാർഡാണ്. ടയർ റിവാർഡ്സിൽ ആ ഒരു UMPയും പിന്നെ ആ ഒരു ഔട്ട്ഫിറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് റിവാർഡ്സ് ഓരോ പോയിൻറ്റ്സ് കിട്ടുമ്പോൾ ഉള്ള റിവാർഡ്സിലേക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ പോയിൻറ്റ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ പെയ്ഡ്ലെസ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളതിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പെയ്ഡ് ആയിട്ടുള്ളതിൽ എലൈറ്റിൽ വന്നിട്ട് നമുക്കുള്ളത് ഒരു ഔട്ട്ഫിറ്റും ഒരു മാസ്കും ഉണ്ട്. രണ്ടാമത്തേലായിട്ട് ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നുണ്ട്. 10ൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു VSSൻ്റെ സ്കിന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഹോം ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് നിലവിൽ വരാൻ പോകുന്നുണ്ട്. BGMIയിൽ അത് അവൈലബിൾ അല്ല. ആ ഒരു ഇതിൽ വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഹോം ലാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം കോയിൻ നമുക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 1000 കോയിൻ അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മറ്റേ നമ്മുടെ ലൈനിന് ഒരു വൈറ്റ് ഔട്ട്ഫിറ്റ് കിട്ടുന്ന ഒരു ട്രിക്ക് ആ ഒരു ഹോം ലാൻഡ് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതിലുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് 12ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിത്തിക് എംബ്ലം ഫ്രാഗ്മെൻറ്റ് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ 15ൽ പോകണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള റോയൽ പാസിൽ വന്നിട്ട് ഒരു ഇമോട്ട് നമുക്കുണ്ട്. ചെറി ബീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമോട്ട് ഉണ്ട്. പിന്നെ പെയ്ഡിൽ വന്നിട്ട് നമുക്കൊരു ഫ്ലൈറ്റിൻ്റെ ഒരു സ്കിന്ന് നമുക്ക് അവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നേരെ 20ൽ പോകുന്ന മറ്റേ പെയ്ഡസിൽ വന്നിട്ട് ഫ്രീ ആയിട്ടുള്ളതിൽ കാര്യമായിട്ടൊന്നുമില്ല. RP കാർഡ് മാത്രമാണുള്ളത്. പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ട് എലൈറ്റിൽ. പിന്നെ അതുകൂടാതെ ഒരു വാൾ പേപ്പർ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. 25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരച്യൂട്ട് സ്കിൻ അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കൂടാതെ ഒരു മിത്തിക് എംബ്ലം ഫ്രാഗ്മെൻറ്റ് പെയ്ഡിൽ നമുക്ക് എലൈറ്റിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ 30ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രോസയുടെ സ്കിന്നുണ്ട്. വലിയ വർത്തായിട്ടുള്ള സ്കിന്നൊന്നുമല്ല, എന്നാലും കാര്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു എമോട്ട് കൂടിയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡ്രെഡ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എമോട്ടാണ് നമുക്ക് അതിൻ്റെ കൂടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ 35ൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇത് ഫ്രീ ആയിട്ടുള്ളതിൽ വന്നിട്ട് നമുക്കൊരു ഗ്ലാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മെറ്റീരിയലും ഒരു വാൾപേപ്പറുമാണ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ 40ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എലൈറ്റിൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു മാസ്കും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 45ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്പ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ എലൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിത്തിക് എംബ്ലം ഫ്രാഗ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു ഡിസ്കൗണ്ട് കൂപ്പണും കൂടി അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 48ൽ ഒരു റൂം കാർഡ് ഉണ്ട്. 50 എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തോംസൺ SMGയുടെ വന്നിട്ടൊരു സ്കിന്നാണ് അവിടെ നിന്ന് നമുക്കൊരു എലൈറ്റിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു സ്കിന്ന് ഇവർ കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മറ്റേ ഇതൊക്കെ ഉണ്ട്, കളറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു തോംസൺ SMGയുടെ ഒരു സ്കിന്നാണ് കൊടുത്തിരിക്കുന്നത്. 51ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 52ൽ വന്നിട്ട് 250 ഒരു RP പോയിൻറ്റ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 55ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇമോട്ട് ഫ്രീ റോയൽ പാസിൽ വന്നിട്ടൊരു ഇമോട്ടും എലൈറ്റിൽ വന്നിട്ടൊരു പിസ്റ്റളുടെ സ്കിന്നും റിവോൾവറിൻ്റെ സ്കിന്നുമാണ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നെക്സ്റ്റ്
60ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാക്ക് പാക്കിൻ്റെ ഒരു സ്കിന്ന്, ഒരു കിഡിലൻ സ്കിന്ന് നമുക്ക് അവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 70ലേക്ക് പോവുകയാണെന്ന് 65ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അവതാർ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവതാർ പിക്കാണ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഓർണമെൻ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 70ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്രീ റോയൽ പാസിൽ വന്നിട്ട് ഒരു ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെയായിട്ട് പെയ്ഡിൽ വന്നിട്ട് നമുക്കൊരു ബോട്ട് സ്കിന്നാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. അത് കാര്യം കിടിലൻ സ്കിന്ന് തന്നെയാണ്. പിന്നെ അതുകൂടാതെ 80ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു UMPയുടെ ഒരു സ്കിന്നുണ്ട്. അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഫ്രീ റോയൽ പാസിൽ കിട്ടുന്നതാണ്. ഒരു കിഡിലൻ സ്കിന്ന് തന്നെയാണ്, ശരിക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്കിന്ന് തന്നെയാണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ ഒരു മറ്റേ ഇതിൻ്റെ സ്റ്റൺ ഗ്രാനൈറ്റിൻ്റെ ഒരു സ്കിന്നും പിന്നെ ഒരു ഫ്രീ ഇമോട്ടും അവിടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ 90ൽ 90ൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു RP പോയിൻറ്റ്സ്, RP കാർഡ് അവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൽ നോക്കുകയാണെങ്കിൽ എലൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ M16A4ൻ്റെ ഒരു കിഡിലൻ സ്കിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 RPയാണ്. 100 RPക്ക് നമുക്ക് കിട്ടുന്നത് ഒരു കിഡിലൻ ഔട്ട്ഫിറ്റാണ് കിട്ടുന്നത്. അതിൽ നമുക്ക് കളർ ചേഞ്ചിങ് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു റോയൽ പാസ് വർത്തായിട്ടുള്ളൊരു റോയൽ പാസ് തന്നെയാണ്. ഒരുപാട് നല്ല നല്ല റിവാർഡ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു റോയൽ പാസിലുണ്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ റോയൽ പാസ് റിവാർഡ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതേപോലുള്ള വീഡിയോസ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളിലിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.